ഞണ്ട് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ നാടൻ മസാലയിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഞണ്ട് ഫ്രൈഡ് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 750 ഗ്രാം ഞണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇനി ഇതിലോട്ട് വേണ്ട മസാലയ്ക്കായിട്ടൊരു ജാറിലോട്ട് 3 അല്ലി ചെറിയ ഉള്ളിയും 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എരിവിന് വേണ്ട മുളക് പൊടി. അപ്പം ഞാൻ കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി മസാല നമുക്ക് ഞണ്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 750 ഗ്രാം ഞണ്ടിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് അത്രയും ക്വാണ്ടിറ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഞണ്ട് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി മാറ്റം വരുത്തിയാൽ മതിയാവും. ഇനി ഈ മസാല ഈ ഞണ്ടിലോട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഇതിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിൻ്റെ കാല് കൊണ്ടിട്ട് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് തന്നെ മുറിയും. അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പം തന്നെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാനിലോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന മസാല ഈ ഞണ്ടിന് മേലോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഞണ്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് എണ്ണയൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ ഈ ഞണ്ടിന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളം ഇറങ്ങി ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. കണ്ടത് ഇപ്പം ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഞണ്ടെന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഞണ്ടെന്നുള്ള ഈ വെള്ളം എല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഓയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിഞ്ഞു തുടങ്ങും. ആ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ റെഡിയാണ്. അപ്പം ഇതിൽ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയുള്ളി ഒരുപാട് ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്